നമസ്കാരം. ജീവിതത്തിന്റെ പുസ്തകത്തിലേക്ക് കൗതുകം നിറഞ്ഞ ഒരു പുതിയ അധ്യായം കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ദിവസമാണെന്ന്. എൻ്റെ മകൻ ഇന്ന് അക്ഷരങ്ങളുടെയും അറിവുകളുടെയും വിശാലമായ ലോകത്തേക്ക് തൻ്റെ ആദ്യ ചുവടുകൾ വെക്കുന്ന ദിവസം. ഇന്നലെ വരെ എൻ്റെ വിരൽത്തുമ്പിൽ ഒതുങ്ങിയിരുന്ന അവൻ്റെ ഒരു കുഞ്ഞു ലോകം ഇന്ന് ഒരു പുതിയ വിദ്യാലയ മുറ്റത്തേക്ക് പടരുകയാണ്. ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിലെ വാത്സല്യവും നേരിയ ആശങ്കയും അതിലേറെ പ്രതീക്ഷകളും പങ്കുവെക്കുന്ന ഒരു ഹൃദ്യമായ യാത്രയാണിത്. മോളുടെ അതേ സ്കൂളിൽ തന്നെയാണ് മോനെയും ചേർത്തിയിട്ടുള്ളത്. മോളിപ്പോൾ 7th സ്റ്റാൻഡേർഡിലാണ്, മോൻ LKG-യിലുമാണ്. മോള് പഠിക്കുന്നത് മാളയിലുള്ള ഡോക്ടർ രാജു ഡേവീസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ. ആ ഒരു സ്കൂളിനോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ തന്നെ മോനെ എവിടെ ചേർക്കണം എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വശത്ത് ഒരുപാട് സന്തോഷം, പക്ഷെ എവിടെയോ ഉള്ളിൽ ചെറിയൊരു വിങ്ങല്. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ കൈകൾ വിട്ട് വലിയൊരു ലോകത്തേക്ക് പോണത്. ആശങ്കകൾ ഇങ്ങനെ നീണ്ടു 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 പോവാണ്. വിശക്കുമ്പോ ചോദിക്കാൻ മടിക്കോ, കൂട്ടുകാർക്കിടയിൽ അവൻ ഒറ്റപ്പെട്ടു പോവോ, ഇങ്ങനെ വ്യാകുലതപ്പെടാത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ചും കുട്ടികളുടെ ആദ്യ ദിവസം. പക്ഷെ കുട്ടി വളരുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സ്വന്തം ചിറകുകൾ ഉപയോഗിച്ച് പറക്കാൻ അവർ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട് എന്നല്ല, പഠിച്ചേ പറ്റൂ. ഈ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. ഞാനിപ്പോൾ സമന്വയയുടെ മോളുടെ പല അച്ചീവ്മെന്റ്സ് ആണെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയോ ഷോർട്സിലൂടെയോ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ പഠനം എന്നുള്ളത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ സ്കൂളിൽ കുട്ടികൾക്കുണ്ട്. സ്പോർട്സ് ആണെങ്കിൽ സ്കേറ്റിംഗ് ആയിട്ടും സ്വിമ്മിംഗ് ആയിട്ടും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാം. അത് മാത്രമല്ല, കുട്ടികൾ നിർബന്ധമായിട്ടും ദിവസവും ഒരു അസംബ്ലിയിലാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കഥകളായോ പാട്ടുകളായോ അവതരിപ്പിക്കേണ്ടി വരും ഇവിടെ. അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതും. സഭാകമ്പമുള്ള കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് ഷൈ ആയിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ സ്കൂളുകളിൽ വരുമ്പോഴാണ് ഒരു മാറ്റം നമുക്ക് പ്രകടമായിട്ട് കാണാം. അപ്പോൾ അക്കാഡമിക്സിനോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂൾ തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് 100-ൽ 100 മാർക്ക് വാങ്ങിക്കുക എന്നതിലുപരിയായിട്ട് കുട്ടികൾ കുറച്ചും കൂടി സ്മാർട്ട് ആവുക എന്നുള്ളതാണ് വേണ്ടത്. എന്തായാലും മോന്റെ ആ കുഞ്ഞു കണ്ണുകളിൽ ഇപ്പോൾ നിറയെ വിസ്മയാണ്. ഈ വലിയ ലോകം അവന് തികച്ചും പുതിയതാണ്. എൻ്റെ വിരലുകളിൽ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവൻ എന്നോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ റെഡിയാണ് അമ്മേ എന്ന് മാത്രമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ആ കുഞ്ഞു മനസ്സിലെ നിഷ്കളങ്കതയും ധൈര്യവും കാണുമ്പോൾ സത്യം പറഞ്ഞ എൻ്റെ ആശങ്കയൊക്കെ എവിടെയോ പോയി. പുതിയ കൂട്ടുകാര്, പുതിയ അറിവുകൾ തേടി മുന്നോട്ട് നടക്കുകയാണ്. അക്ഷരങ്ങളും അറിവും അവൻ ഒരുപാടായിട്ട് നേടി മിടുക്കനായിട്ട് തന്നെ വളരണം. പക്ഷെ എല്ലാത്തിലും ഉപരിയായിട്ട് മറ്റുള്ളവരോട് കരുണയുള്ള, നന്മയുള്ള നല്ലൊരു മനുഷ്യനായിട്ട് എൻ്റെ മകൻ വളരണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ലോകത്തിന് വെളിച്ചമേകുന്ന നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറാൻ അവന് സാധിക്കണം. മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ആ നല്ല മൂല്യങ്ങൾ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു അധ്യായം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് 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 സന്തോഷം. ഈ യാത്രയിൽ ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയണു. എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.